പ്രബുദ്ധ കേരളം ഒരു പാഴ്വാക്കാണെന്ന് വീണ്ടും മലയാളികൾ തെളിയിച്ചു എന്ന് പറയാൻ പറ്റും. കുറച്ച് മണിക്കൂറുകളോ ഇല്ലെങ്കിൽ കുറച്ച് സമയങ്ങൾ കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തെന്ന് പറയാൻ പറ്റും. നമ്മളെന്നല്ല, ഈ ചെയ്തവന്മാർ പ്രൂവ് ചെയ്ത് പറയാൻ പറ്റും. കാരണം കാമവെറിയും എന്താ പറയുക, കാമവെറിയന്റെയും ഒരു ഏറ്റവും എക്സ്ട്രീമിൽ കിടക്കുന്ന മൂർധന്യാവസ്ഥ കിടക്കുന്ന ഒരു സാധനം ആളുകൾ ഈ നാട്ടിലുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലാണ് കുറച്ച് സമയങ്ങളായിട്ട് കുറെ ആളുകളുടെ ആക്ടിവിറ്റീസ്. കാരണം ഇപ്പം നമ്മുടെ ഒരു സിനിമയുടെ ദിവ്യപ്രഭ അഭിനയിച്ചിട്ടുള്ള നമ്മുടെ ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അത് വളരെ ഇന്റർനാഷണൽ തലത്തിലെല്ലാം വളരെ അംഗീകാരം കിട്ടുകയും അതിന് വളരെ പ്രാധാന്യം കൊടുക്കുകയും കുറെ അവാർഡ്സ് എല്ലാം കിട്ടി. അതിന്റെ പോപ്പുലാരിറ്റി വളരെയധികം ഹൈപ്പിൽ നിൽക്കുന്ന സിനിമയാണ്. കാരണം അത്രമാത്രം ഒരു ഇന്റർനാഷണൽ ലെവൽ അംഗീകാരം കിട്ടിയൊരു സിനിമയാണ് മലയാളത്തിൽ നിന്ന്. മലയാളത്തിന് ഇത്രയും വലിയ അംഗീകാരം കിട്ടിയൊരു സിനിമയ്ക്ക് അതിൽ ചെറിയൊരു ന്യൂഡ് സീൻ ഈ ദിവ്യപ്രഭ ചെയ്തിട്ടുണ്ട്, ആക്ടർ. ഓക്കെ, ആ ഒരു ന്യൂഡ് സീനിൽ ലിങ്ക് കിട്ടാനായിട്ട് ഇവറ്റുകൾ എന്താ പറയുക, ഈ കുറെ എണ്ണം എന്താ വെച്ചാൽ കാമവെറിയന്മാരെന്നോ അതപ്പതിച്ച സമൂഹത്തിന്റെ ഭാഗമായി ഇരിക്കുന്ന കുറച്ച് ആളുകൾ തിരഞ്ഞു നടക്കുക. കുറച്ച് നേരം ഇപ്പോൾ ഫേസ്ബുക്കിലും ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് കണ്ണി കണ്ട സൈറ്റിലെല്ലാം കയറി പോകുന്നു. അതിന്റെ ഭവിഷ്യത്തൊന്നും ആലോചിക്കുന്നില്ല, അത് വേറെ കാര്യം. ഇങ്ങനെ പോകുന്നുണ്ട്. ഇത്രമാത്രം ഇവർക്ക് ഈ ഇത് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്രയോ അംഗീകൃതമായിട്ടുള്ള പോൺ സൈറ്റ്സുകൾ ഉണ്ട്, അത് കയറി നോക്കാം. പക്ഷെ ഇതൊരു വീഡിയോ കാണാനായിട്ട് ഇത്രമാത്രം ആളുകൾ ഒരു സമൂഹം മൊത്തം ഇറങ്ങി ഇതൊക്കെ കാണുമ്പോൾ പ്രബുദ്ധ കേരളം എന്ന് പറഞ്ഞ വാക്ക് വെറും പാഴ്വാക്കാണെന്ന് പ്രൂവ് ചെയ്യാന്ന് വീണ്ടും ഈ കേരള സമൂഹം. അതോടൊപ്പം തന്നെ എന്താ പറയുക, ഈ 99% വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇത് വിദ്യാഭ്യാസമല്ല, വിദ്യാഭ്യാസമാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം വെറും വേസ്റ്റ് ആണ്. ഇങ്ങനെയുള്ള മനുഷ്യന്മാർ ഈ ലോകത്തല്ല, ഈ ഇന്ത്യയിലുണ്ട്, ഇല്ല ഇന്ത്യയിലല്ലേ കേരളത്തിലുണ്ടെന്ന് പറയുമ്പോഴാണ് അതിന്റെ ഏറ്റവും വലിയൊരു സഹതാപമായി തോന്നുന്നത്. ഒരു ഇന്റർനാഷണൽ സബ്ജക്റ്റിനെ അവർ അതിന്റെ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ ഇത്തരം സീൻസുകൾ അവിടെ ഉണ്ടാവും. അത് ഒരു ആക്ടർ എന്ന നിലയിൽ ഒരു ക്യാരക്ടർ എന്ന രീതിയിൽ അവർ ചെയ്തു പോകുന്നതാണ്. അല്ലാതെ അവർക്ക് ഇതല്ലല്ലോ പണി. എന്തായാലും വളരെ മോശമായി സമൂഹത്തിന്റെ പോക്ക്. എന്താ പറയാ, ഈ വളരെ മോശപ്പെട്ട രീതിയിലാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. പിന്നെ ഇതൊക്കെ ആസ് യൂഷ്വൽ ആണ്. ഇപ്പൊ നിത്യജീവിതത്തിൽ നിങ്ങൾ കൊച്ചിയിലോ ഒരു ബാംഗ്ലൂരിലോ ഇല്ല മറ്റു സിറ്റീസിലൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെ വളരെ ആസ് യൂഷ്വൽ ആയിട്ട് നമ്മൾ കാണാൻ പറ്റുന്നതാണ് ഇതൊക്കെ. എന്നിട്ടും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയൊരു ക്ലിപ്പിന് വേണ്ടി എനിക്കെല്ലാം ഇത്രയും അധപ്പതിച്ചു പോയി എന്നതിൽ ഇനിയൊരു നമുക്ക് മറുചിന്തയില്ല. കാരണം ഇപ്പൊ ഞാൻ അതിന്റെ ഫേസ്ബുക്കിലെല്ലാം കണ്ടപ്പോ അതിൽ കുറെ പേര് കമന്റ്സ് ഇട്ടുന്ന കണ്ടായിരുന്നു. മീൻസ് അവരെ എന്താ പറയാ, ഒരാൾക്ക് എനിക്ക് ലിങ്ക് ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ലിങ്ക് കിട്ടി വരുന്നു, ലിങ്ക് അവിടെ പോയി ചെക്ക് ചെയ്യുന്നു. ചിലവര് ടെലഗ്രാമിലെല്ലാം കയറി ചെക്ക് ചെയ്ത് കുറെ നോക്കുന്നു. അത് അവര് വേറെ കുറെ സൈറ്റിലേക്ക് പോകുന്നു. ക്രിപ്റ്റോ കോയിൻസ് അങ്ങനെയൊക്കെ വരുന്ന കുറെ സൈറ്റിൽ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവിടെ എവിടെയും പോയി ചെന്നു പോകും. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. ഇതിന്റെ ഒന്നും ഭവിഷ്യത്തിൽ മനസ്സിലാക്കുന്നില്ല ഒന്നാമത്തെ കാര്യം. അങ്ങനെ അവിടെ ഓരോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് പോകുന്നുണ്ട് കാര്യം ഒരു ഇത് നമുക്ക് കണ്ടുവരുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ ഇതൊക്കെ കുറച്ച് ന്യൂസ് കാണാം കേട്ടോ. ഈ ലിങ്കിന്റെ ക്ലിക്ക് ചെയ്ത് പോകുന്ന ഇൻഫർമേഷൻ കുറച്ച് ഇങ്ങനെ വീഡിയോസ് എല്ലാം കണ്ട് ബന്ധപ്പെട്ട കുറെ വീഡിയോ എല്ലാം ഞാൻ കണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിത് മനസ്സിലാക്കി പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ആളുകൾ ഇതിനു വേണ്ടി ഇപ്പൊ പോരാടിക്കൊണ്ടിരിക്കുന്നത് ലിങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് പറയാ, ഒരു ജീവമരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു മലയാളികൾ ഈ കുറച്ച് നിമിഷങ്ങളായിട്ട്, ഈ കുറച്ച് സമയങ്ങളായിട്ട്. എന്തായാലും ദിവ്യപ്രഭയെ ഒരു ആക്ടർ എന്നിരിക്കും നമ്മൾ വളരെയധികം എന്താ പറയുക അംഗീകരിക്കുന്നത്, വളരെയധികം അഭിമാനത്തോട് പറയുന്ന ഒരു ആക്ടറാണ് ദിവ്യപ്രഭയുടെ. ഇവർക്ക് ഭയങ്കര കനിക്കുസൃതി ആയിക്കോട്ടെ, ഇവർക്ക് വലിയ ആക്ടേഴ്സാണ്. കാരണം അവർ ഈ ലോകത്തിന് മുന്നിൽ അവർ അംഗീകരിക്കപ്പെട്ടവരാണ്. അവർ ആ രീതിയിൽ കാണും. അല്ലാതെ എന്തുകൊണ്ടാണ് ഈ ഒരു ന്യൂഡ് സീന് കാണുമ്പോഴേക്കും മലയാളിക്ക് ഇത്രമാത്രം കാമത്തിന്റെ കുരുക്കൾ പൊട്ടി വരുമെന്ന് അറിയില്ല. നിങ്ങളെല്ലാം ഹോളിവുഡ് സിനിമകൾ കാണുകയാണെങ്കിൽ ഇതൊക്കെ ആസ് യൂഷ്വൽ ആയിട്ട് കാണാവുന്ന സീൻസേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെല്ലാം ഈ അമേരിക്കൻ ബൈ എല്ലാം കണ്ട് എണീക്കുമെന്നതിന് പോലും അറിയില്ല. അത് അങ്ങനെയൊക്കെ ഒരു സിനിമയൊക്കെ ഉണ്ട്, അമേരിക്കൻ ബൈ. ഓക്കെ, അതൊക്കെ അങ്ങനെ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ഈ തിരഞ്ഞു നടക്കുന്ന അവസ്ഥ എന്ന് എനിക്കറിയില്ല. അറിഞ്ഞിട്ട് ഇപ്പൊ കാര്യം ഉണ്ടാവില്ല. കാരണം ഇവരൊന്നും പറഞ്ഞു നോക്കാൻ പറ്റത്തുണ്ട്. അപ്പൊ ഇവിടെ വാങ്ങുകയാണ്. താങ്ക് യു, ബൈ.